കേരളത്തിൽ യു.ഡി.എഫ് തന്നെ അധികാരത്തിൽ എത്തുമെന്നാണ് പല എക്സിറ്റ് പോളുകളും പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടിപിടി കൂടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. സ്വാഭാവികമായി കസേരയ്ക്ക് പകരം ബെഞ്ച് എന്ന നിലയിൽ യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ സെക്രട്ടേറിയറ്റിൽ ബെഞ്ച് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയാലും ആരും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രി കസേരയ്ക്കായി രംഗത്തുണ്ട് എന്നതാണ് വസ്തുത. നിലവിൽ KPCCയിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വസ്തുത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ KPCC തലപ്പത്ത് മാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പായി. നിലവിൽ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫിന് മന്ത്രിസ്ഥാനത്തിലാണ് താല്പര്യം. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് പ്രസിഡന്റ് പദവി ഒഴിയേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ കോൺഗ്രസ് നിർബന്ധിതമാകുന്നത്. പ്രസിഡന്റ് പദവിയിൽ യുവത്വത്തിന് പ്രാധാന്യം നൽകണമെന്നാണ് പാർട്ടിയിലെ പൊതു അഭിപ്രായം. AICCയുടെ അഭിപ്രായവും ആ നിലയ്ക്കാണ്. നിലവിൽ മുഖ്യമന്ത്രിക്കാകാൻ സാധ്യത കൽപ്പിക്കുന്ന KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരെയും ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നാകാൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നൊരാൾ എന്ന ആലോചന ഉണ്ടായിരിക്കും. യുവത്വവും ക്രിസ്ത്യൻ പ്രാതിനിധ്യവും പരിഗണിച്ചാൽ റോജി M. ജോണിനാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻതൂക്കം ലഭിക്കുക. കഴിഞ്ഞ തവണയും റോജിയുടെ പേര് പരിഗണനയിൽ വന്നിരുന്നു. അതിനിടെ ബെന്നി ബെഹനാൻ MP തനിക്കൊരു അവസരം നൽകണമെന്ന ആവശ്യവുമായി സ്വന്തം നിലയിൽ ഡൽഹിയിൽ ഒരു കരുക്കൾ നീക്കുന്നുണ്ട്. 74-കാരനായ ബെന്നിയെ പോലുള്ള വയോധികരെ വീണ്ടും ഈ പദവിയിലേക്ക് പരിഗണിക്കരുത് എന്നാണ് ആവശ്യം. CPM-ഉം BJP-യും ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവരുടെ നേതാക്കൾക്ക് റിട്ടയർമെന്റ് നൽകുന്ന പ്രായമാണ് ഈ 75 വയസ്സെന്നത്. ഈഴവ പ്രാതിനിധ്യം ചൂണ്ടിക്കാട്ടി പ്രസിഡന്റാകാൻ രംഗത്തുള്ള പ്രമുഖനാണ് അടൂർ പ്രകാശ് MP. 70-കാരനായ അടൂർ പ്രകാശിനെ ഇത്തരമൊരു പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനെ ആരും അനുകൂലിക്കുന്നില്ല. മാത്രമല്ല അനാരോഗ്യവും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. ക്രിസ്ത്യൻ പ്രാതിനിധ്യം അവകാശപ്പെട്ട് രംഗത്തുള്ള മറ്റൊരാൾ 69-കാരനായ ആന്റോ ആന്റണി MP ആണ്. സണ്ണി ജോസഫിനൊപ്പം കഴിഞ്ഞ തവണ പരിഗണിക്കപ്പെട്ട പേരാണ് ആന്റോയുടേത്. അദ്ദേഹം 2 പതിറ്റാണ്ടായി MP ആയി വിജയിക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥയ്ക്ക് ഒന്നാം കാരണക്കാരൻ ആന്റോ ആണ് എന്നൊരു ആക്ഷേപമുണ്ട്. അങ്ങനെ വന്നാൽ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം. നിലവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ KC വേണുഗോപാലിന്റെ പേരിനായിരിക്കും മുൻതൂക്കം. അങ്ങനെ വന്നാൽ പ്രതിപക്ഷ നേതാവിന് മാന്യമായ പരിഗണന നൽകാൻ പാർട്ടി നിർബന്ധിതമാകും. എങ്കിൽ മന്ത്രിസഭയിലെ പ്രധാന റോളോ KPCC അധ്യക്ഷ സ്ഥാനമോ എന്ന പരിഗണനയിലേക്ക് VD സതീശൻ എത്തിയേക്കും. പക്ഷേ ഒരേ സമുദായത്തിൽ നിന്നും 2 പേർ നിർണായക പദവിയിൽ എന്ന പ്രശ്നം അപ്പോഴും ഉണ്ടാകും. എന്നാൽ സാധാരണ സന്ദർഭങ്ങളിൽ പാർട്ടിക്ക് അസാധാരണ തീരുമാനങ്ങൾ എടുക്കാനാകും എന്ന ന്യായീകരണവും കോൺഗ്രസിനുണ്ട്. ഇതൊക്കെയാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ VD സതീശൻ അതിന് വഴങ്ങുമോ എന്ന് കണ്ടറിയണം. യുവനേതാവ് ഷാഫി പറമ്പിലിനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോട്ടമുണ്ടെങ്കിലും UDF സർക്കാരിലെ മുസ്ലിം ലീഗിന്റെ ആധിപത്യത്തിനൊപ്പം പ്രസിഡന്റ് കൂടി മുസ്ലിം സമുദായത്തിൽ നിന്നായാൽ മറ്റ് സമുദായങ്ങൾ കോൺഗ്രസിനെതിരെ ഒന്നിച്ചേക്കാം. മാത്രമല്ല ഷാഫിയുടെ വരവോടെ കോൺഗ്രസിന്റെ നിറവും മാറിയേക്കാം. അത് ഗുണത്തേക്കാളേറെ പാർട്ടിക്ക് ദോഷം ചെയ്യും.